വസന്ത്, തീർച്ചയായിട്ടും ഓരോ നേതാവിനും ഓരോ താല്പര്യം ഉണ്ടാവും. ആർക്കെങ്കിലും ഒരാൾക്കേ മുഖ്യമന്ത്രിയാകാൻ കഴിയുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചല്ലോ കുറേ അധികം കാര്യങ്ങൾ. ഭരണപരിചയം വേണം, അതല്ലെങ്കിൽ ജനകീയ അംഗീകാരമാണ് മുഖ്യം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് MLA-മാരുടെ ഭൂരിപക്ഷം എന്ന ഒരു സിംഗിൾ ഘടകത്തിലായിരിക്കുമോ? ആർക്കാണോ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം അവരാണ് മുഖ്യമന്ത്രി. ഇങ്ങനെ ആയിരിക്കുമോ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ്? അല്ല, അതും ഒരു ഘടകമാവും. MLA-മാരുടെ പിന്തുണ അതും ഒരു ഘടകമാവും. MP-മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ അതൊരു ഘടകമാവും. ഭരണപരിചയം ഒരു ഘടകമാകും. ഘടകകക്ഷികളുടെ താല്പര്യം അതും ഒരു ഘടകമാവും. ഈ എല്ലാ ഘടകങ്ങളെയും പരിഗണിക്കുന്നേ. ശ്രീ അഭിലാഷ്, മുമ്പ് എന്തെങ്കിലും ഇല്ലാത്ത രീതിയിലാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും പാർട്ടി പോയത്. നിങ്ങൾ അവസാന ഘട്ടത്തിൽ നടത്തിയ ഏതാണ് പറയുന്നത്, നിങ്ങൾ മാധ്യമങ്ങൾ അത് ലേറ്റ് ആവുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. അന്ന് അഭിലാഷിൻ്റെ ഇതേ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റായ വരുവേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന്. വളരെ മിടുക്കരായ സ്ഥാനാർത്ഥികൾ വന്നില്ലേ? അതിൽ 102 പേർ ജയിച്ചില്ലേ? UDF-ൽ ഏതാണ്ട് 60-ൽ പരം പേർ കോൺഗ്രസ് ജയിച്ചില്ലേ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലേറ്റ് ആനാലും ലേറ്റസ്റ്റാ വരും കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നതിൽ സംശയം വേണ്ട. പക്ഷെ നോക്കൂ, മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും പരിഗണിക്കപ്പെടുന്ന നേതാക്കളെ പറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡ് റിസർച്ച് നടത്തി. അതിൽ ജനകീയരായവർ കണ്ടെത്തി. 100% എല്ലായിടത്തും ശരിയാണ് എന്നൊന്നും ഞാൻ പറയില്ല, കാര്യം സാമ്പിൾ ഡേറ്റ ആണല്ലോ പരിശോധിക്കുക. ആ സാമ്പിൾ ഡേറ്റ പരിശോധിച്ചതിൽ ഏറ്റവും ജനകീയരായവർ, ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയവർ, ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി. ആ ഡേറ്റ മാത്രമല്ല വെച്ചത്, അതിനോടൊപ്പം വിവിധ സാമുദായിക നേതാക്കളുടെ അഭിപ്രായത്തെ പരിഗണിച്ചു, ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ചു. ആ കാൻഡിഡേറ്റ് ആവുന്ന ആൾക്ക്, ഞാൻ പറയുന്നത് MLA-ഷിപ്പിലേക്കുള്ള കാൻഡിഡേറ്റ്ഷിപ്പാണ്, ആ കാൻഡിഡേറ്റ് ആവുന്ന ആൾ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി എടുത്ത പ്രവർത്തികളെ മാനിച്ചു, അയാളുടെ പേരിലുള്ള പാർട്ടി കേസുകൾ പരിഗണിച്ചു, അയാൾ അനുഭവിച്ച ജയിൽവാസം പരിഗണിച്ചു. ഇതെല്ലാം പരിഗണിച്ച് ഏറ്റവും ഒടുക്കം അറ്റ് എ പോയിന്റ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി. ആ രീതിയിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഏത്? വിവിധ ഘടകകക്ഷികളുടെ അഭിപ്രായം, വിവിധ ഈ സോഷ്യൽ ഫ്രാക്ഷനുകളുടെ അഭിപ്രായം, അതിനോടൊപ്പം തന്നെ MLA-മാരടങ്ങുന്ന MP-മാരടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ MLA-മാരുടെ ഒക്കെ അഭിപ്രായം പരിഗണിക്കും. ഇതെല്ലാം പരിഗണിച്ച ശേഷം ഉടനടി തന്നെ അധികം വൈകാതെ ദ്രുതഗതിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. ആ മുഖ്യമന്ത്രി ഉണ്ടാകുന്നിടം വരെ ചർച്ച ചെയ്യാൻ, അതുവരെ അഭിപ്രായങ്ങൾ പറയാൻ, തങ്ങളുടെ താല്പര്യങ്ങൾ പറയാൻ, തങ്ങളുടെ നേതാക്കൾ ആവണമെന്ന് ആഗ്രഹിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് അവകാശമുണ്ടെന്നേ. നമുക്ക് ആർക്കെങ്കിലും അവരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ? അവരുടെ കയ്യിൽ കൂച്ചുകാലം കിടാൻ പറ്റുമോ? പറ്റില്ല, നിങ്ങൾ പറയണ്ട എന്ന് പറയാൻ പറ്റുമോ? KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു. അദ്ദേഹം പരിണതപ്രജ്ഞനായ നേതാവാണ്. VD സതീശൻ ഒരു ക്യാബിനറ്റ് റാങ്ക് തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്തുള്ളത്. അദ്ദേഹം മികച്ച രീതിയിൽ പ്രതിപക്ഷത്തെ നയിച്ച ആളാണ്. രമേശ് ചെന്നിത്തല ചെറിയ പ്രായത്തിൽ തന്നെ മന്ത്രിയായ നേതാവാണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് NSU-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. ഈ 3 പേർക്കപ്പുറത്ത് അഭിലാഷ് ഇപ്പൊ ചോദിച്ചാൽ, ഞാനും അഭിലാഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പറയാൻ പറ്റിയ 10 നേതാക്കളുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ, ഇല്ലേ? ഞാനിപ്പോൾ ഒരു പേര് പറയണേ, ഈ 3 പേരുടെ അപ്പുറത്ത് വേറൊരു പേര് ഞാൻ പറഞ്ഞാൽ അഭിലാഷ് പോലും ചിന്തിച്ചു പോകും, അത് ശരിയാണല്ലോ, അയാൾക്ക് എന്താ കുഴപ്പം, അയാളും മിടുക്കനാണല്ലോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ശ്രീകുമാർ മല്ലൈ സാറോ അല്ലെങ്കിൽ മറ്റേ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ജ്യോതിർ ഘോഷ്, ക്ഷമിക്കുക, ശ്രീ ജ്യോതിർ ഘോഷോ ഒക്കെ, ശരിയാണല്ലോ, അയാൾക്ക് എന്തുകൊണ്ടായിക്കൂടാ, അയാളും മിടുക്കനാണല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിൽ മിനിമം ഒരു 12 പേരുടെ പേര് കോൺഗ്രസിൽ ഇപ്പോഴും പറയാനുണ്ട്, ഇല്ലേ? അതാണ് കോൺഗ്രസിന്റെ മെച്ചം. ഞങ്ങളെ സംബന്ധിച്ച് നേതൃബാഹുല്യമുള്ള പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മിടുക്കരായ നേതാക്കളുണ്ട്. എല്ലാവരും കോമ്പീറ്റിംഗ് ആണ്, ഇഞ്ചോടിഞ്ച് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണ്. അവിടെയാണ് ഒരു ഗവൺമെന്റ് തോറ്റ ശേഷം പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പോലും തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അല്ല എന്നിരിക്കട്ടെ, അടുത്ത ഓപ്ഷൻ എന്താ? കൊട്ടാരക്കര MLA-യിലേക്ക് പോകേണ്ടി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാ? 1000-ആണ്. നോക്കൂ, ജനം അറിഞ്ഞു കൊടുത്ത മാൻഡേറ്റ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ളിടത്താണ് ഇപ്പൊ ഇവർ ജയിച്ച 30-ൽ ചില്ലറ സീറ്റുകളിൽ പലയിടത്തും അവർ 1000-ൽ താഴെ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ 5000-ൽ താഴെ വോട്ടിന് ജയിച്ചിരിക്കുന്ന 3 സീറ്റിൽ 5000-നും 10000-നും ഇടയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ, 25,000, 30,000, 50,000 വോട്ടിന് ഞങ്ങൾ ജയിച്ച സ്ഥലങ്ങളുണ്ട്. അതായത് ജനം ഞങ്ങൾക്ക് നൽകിയ പ്രതിപക്ഷത്തെ ഒരാളെ നയിക്കാൻ അത് തടസ്സമല്ലല്ലോ. ഒരാൾ പ്രതിപക്ഷത്തെ നയിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വലിയ മാൻഡേറ്റ് ആണ് ജനങ്ങൾ UDF-ന് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മാൻഡേറ്റിന്റെ പൊലിമ കളയാതെ ആ മാൻഡേറ്റ് നൽകിയ ജനങ്ങളോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ.